ഉത്തർപ്രദേശിലെ മഹോബ ജില്ലയിലെ 65-കാരന്റെ മരണം കൊലപാതകമോ അതോ സ്വാഭാവിക മരണമോ? മരണത്തിന് പിന്നിൽ മകൻ തന്നെയെന്ന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ വയോധികന്റെ മരുമകൾ. എന്താകും ആ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? മഹോബ ജില്ലയിലെ കോട്ട്വാലിയിൽ 65-കാരനായ വയോധികൻ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ അതൊരു കൊലപാതകമാണെന്ന സംശയമുന്നയിച്ച് പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരുമകൾ. കൊലക്കുറ്റം ഉന്നയിച്ചിരിക്കുന്നതാകട്ടെ 65-കാരന്റെ സ്വന്തം മകനെതിരെ. മരുമകളുടെ രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. കുടുംബങ്ങൾ പറയുന്നതനുസരിച്ച് മരിച്ച ജഗദീഷ് അഹിർവാറിന്റെ മകൻ സുരേന്ദ്ര ഒരു വലിയ മദ്യപാനിയായിരുന്നു. 2 ദിവസം മുൻപ് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുരേന്ദ്ര ജഗദീഷിനെ അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ ആക്രമണത്തിൽ ജഗദീഷിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റ് ചികിത്സകൾ നൽകാനോ മകൻ പിന്നീട് തയ്യാറായുമില്ല. ആ മർദ്ദനത്തിന് ശേഷം തീർത്തും അവശനായ വൃദ്ധൻ 2 ദിവസം കൊണ്ടുതന്നെ അതീവ ഗുരുതരാവസ്ഥയിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ അയൽപക്കത്തുള്ള ചില യുവാക്കൾ ജഗദീഷിനെ അടുത്തുള്ള വിവാഹത്തിനായി ക്ഷണിക്കാനെത്തിയപ്പോഴാണ് അയാൾ മരിച്ച വിവരം പുറംലോകം അറിയുന്നത്. വൃദ്ധൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മരിച്ചുവെന്ന കാര്യം യുവാക്കൾ തിരിച്ചറിഞ്ഞത്. ഇതൊരു കൊലപാതകമാണെന്നും മകനാണ് അതിന് പിന്നിലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് നടപടി സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം കൃത്യമായി വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. കുടുംബത്തിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നും ജഗദീഷിനെ ഇത്തരത്തിൽ മകൻ ക്രൂരമായി ആക്രമിക്കാനുണ്ടായ കാരണവും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണിപ്പോൾ. ഇനി മരണകാരണം മറ്റെന്തെങ്കിലും ആണോ എന്നും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണിപ്പോൾ പോലീസ്. മകൻ സുരേന്ദ്രയെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.